ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു മുട്ടക്കറി തയ്യാറാക്കിയാലോ. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ സാധാരണ ജീരകവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയോ മറ്റോ ഓയിലോ ഒന്നും ഒഴിക്കുന്നില്ല. അതൊക്കെ ഒഴിക്കാതെയാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയി, കുരുമുളകാണ്. 1 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇത്രയും റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. കൂടുതൽ സമയം ഇനി എടുത്താൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. കാരണം നമ്മൾ ഓയിലൊന്നും ഒഴിക്കാതെയാണല്ലോ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ. അതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ. പൊടികളൊക്കെ ചേർത്തിട്ട് ഈ ചൂട്ടിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചൂടായി വന്നാൽ അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് പുഴുങ്ങി വെച്ചിട്ടുള്ളത്. മുട്ട ഓവറായിട്ട് റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ എടുത്ത് വെക്കാം. അതേ ഓയിലിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ ചുവന്നുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 10 ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചുവന്നുള്ളി ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതൊക്കെ ആണെങ്കിൽ 2 തക്കാളിയൊക്കെ എടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഗ്രേവി എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1 കപ്പ് ചൂട് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് 15 മിനിറ്റ് അടച്ചു വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തോളൂ. അങ്ങനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും വേണം. നമ്മുടെ ചാനലിൽ വേറെയും മുട്ട വെച്ചിട്ട് കറികളും മറ്റ് റെസിപ്പീസൊക്കെ ഉണ്ട്. അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്